ഹലോ എവ്രി വൺ. ഇന്ന് നമ്മൾ KS ഇൻസൈറ്റ്സ് ഒരു പുതിയ സീരീസ് തുടങ്ങുവാണ്. അതായത് ജോലിയെ സംബന്ധിച്ച കാര്യങ്ങളാണ് പറയാൻ വേണ്ടി പോകുന്നത്. അതായത് മലയാളികൾ പ്രധാനമായിട്ടും കേരള സർവീസിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അതായത് കേരളത്തിലെ PSC പ്രസിദ്ധീകരിക്കുന്ന നോട്ടിഫിക്കേഷനെ സംബന്ധിച്ച്. എന്നാൽ കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഒരുപാട് വേക്കൻസികൾ ഓരോ വർഷവും റിപ്പോർട്ട് ചെയ്യാറുണ്ട്. അതിൽ അപേക്ഷിക്കുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കുറവാണ്. ഇത് കൂടാതെ ഇത്തരത്തിലുള്ള പരീക്ഷകളുടെ കട്ട് ഓഫും വളരെ കുറവാണ്. അപ്പോൾ കൂടുതലായിട്ട് വേക്കൻസികളുള്ള നല്ല ശമ്പളമുള്ള നല്ല ജോലികളെ സംബന്ധിച്ച വിവരങ്ങൾ ഈ ഒരു KS ഇൻസൈറ്റ്സ് ഒരു പ്രത്യേക വീഡിയോസ് ആയിട്ട് ഇറക്കുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് കേന്ദ്ര ആണവ വകുപ്പിൽ ഡിഗ്രി ഡിപ്ലോമ ഉള്ളവർക്കുള്ള ഒരു ഒഴിവിനെ കുറിച്ചാണ് പറയുന്നത്. 63 ഒഴിവുകളുണ്ട്. അവസാന തീയതി ഈ മാസം 27. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാം. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഞാൻ വിശദമായിട്ട് സിലബസ് അടക്കം പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു KS ഇൻസൈറ്റ്സിൻ്റെ ഈ ഒരു ക്ലാസ് സന്ദർശിക്കുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. വിവിധ പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ സപ്പോർട്ടിലൂടെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ജോലിയുടെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു അഡ്വർടൈസ്മെന്റ് നമ്പർ 1/DPS/2020 ആണ്. അതായത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറ്റോമിക് എനർജിയിലാണ്. അപ്പോൾ ഇത് 27/12/2020 വരെയാണ് ലാസ്റ്റ് ഡേറ്റ്. അതായത് 27 എന്ന് വെച്ചാൽ ഈ മാസം 27 ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ 4ാമത്തെ പോസ്റ്റ്, അതായത് ജൂനിയർ പർച്ചേസ് അസിസ്റ്റന്റ്, ജൂനിയർ സ്റ്റോർ കീപ്പർ എന്ന് പറയുന്ന പോസ്റ്റ്, അതൊരു നോൺ ഗസറ്റഡ് പോസ്റ്റാണ്. അതിൽ 63 വേക്കൻസികളുണ്ട്. അതായത് ജനറലിന് 27 വേക്കൻസികളുണ്ട്. അപ്പോൾ എന്താണ് ക്വാളിഫിക്കേഷൻ ഡിഗ്രിയാണ്, ഗ്രാജുവേറ്റ് ഇൻ സയൻസ് അല്ലെങ്കിൽ ഗ്രാജുവേറ്റ് ഇൻ കൊമേഴ്സ്. അതായത് ഒന്നുകിൽ BCom ബിരുദം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സയൻസിലുള്ള ബിരുദം അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ്. 60% മാർക്കാണ് ആവശ്യമുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വിഭാഗത്തിൽപ്പെടുന്ന ആളാണെങ്കിൽ തീർച്ചയായും അപ്ലൈ ചെയ്യുക. കേന്ദ്ര സർക്കാരിൻ്റെ ജോലികൾ ലഭിക്കുന്നതിന്, കേരള സർക്കാരിൻ്റെ ജോലികൾ ലഭിക്കുന്നതിനേക്കാൾ വളരെ എളുപ്പമാണ്. കാരണം ഒരുപാട് ആൾക്കാർ ഉണ്ടെങ്കിലും വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ അപേക്ഷിക്കുന്നതായിട്ട് കാണാറുള്ളൂ. കൂടാതെ കട്ട് ഓഫും വളരെ കുറഞ്ഞതായിട്ട് കാണാറുണ്ട്. അപ്പോൾ പ്രായം കേരള PSC പോലെ വളരെ കൂടുതലൊന്നുമില്ല. 18 വയസ്സ് മുതൽ 27 വയസ്സ് വരെയാണ്. അപ്പോൾ SC ST OBC തുടങ്ങിയ വിഭാഗങ്ങൾക്ക് അതിൻ്റേതായ റിലാക്സേഷൻ ഉണ്ട്. അത് നിങ്ങൾക്ക് വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അറിയാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതിൻ്റെ ശമ്പളം ഏകദേശം 25,500 മുതലാണ് ബേസിക് തുടങ്ങുന്നത്. അതിൻ്റെ കൂടെ DAയും HRAയും മറ്റ് അലവൻസുകളൊക്കെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് 2 സ്റ്റേജ് ആയിട്ടാണ് പരീക്ഷ നടക്കുന്നത്. അതായത് 1ാമത്തെ സ്റ്റേജ് ഒബ്ജക്റ്റീവ് ടൈപ്പ് പരീക്ഷ, 2ാമത്തേത് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് പരീക്ഷ. നമ്മുടെ കേരള PSC മാറിക്കഴിഞ്ഞു. അപ്പോൾ 2ാമത്തെ പരീക്ഷയുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ആൾക്കാരെ ലിസ്റ്റ് ചെയ്യുന്നത്. 1ാമത്തെ എക്സാം എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് പരീക്ഷ എന്ന് പറഞ്ഞാൽ ക്വാളിഫയിങ് മാത്രമാണ്. അപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ സിലബസ് നോക്കിക്കഴിഞ്ഞാൽ വെറും +2 ലെവൽ മാത്രമാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അപ്പം നിങ്ങൾ NCERT ടെക്സ്റ്റുകൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് നിന്നുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. എളുപ്പത്തിൽ തന്നെ ലെവൽ 1 ടെസ്റ്റ് ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം നിങ്ങൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ജോലിക്ക് എപ്പോഴും ഓർത്തു നോക്കുക, NCERT ടെക്സ്റ്റുകളാണ് പഠിക്കേണ്ടത്. അതായത് ഒരു 5ാം ക്ലാസ് മുതൽ ഈ ഒരു +2 വരെയുള്ള NCERT ടെക്സ്റ്റുകൾ കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പരീക്ഷ ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനൊരു അപ്ലിക്കേഷൻ ഫീ ഉണ്ട്. അതായത് ജനറലിനും OBCക്കും നോൺ ക്രിമിലെയറിനും ആണെങ്കിൽ 100 രൂപയാണ് ഫീ. SC STക്കും ഫീസില്ല. സ്ത്രീകൾക്കും മറ്റ് എക്സ് സർവീസ്മാൻ അല്ലെങ്കിൽ PWD കാൻഡിഡേറ്റ്സ് എന്നിവർക്കും ഫീ ഇല്ല. അപ്പോൾ നിങ്ങൾ സ്ത്രീകളാണോ SC ST ആണെങ്കിൽ ഫീസ് കൊടുക്കേണ്ടതില്ല. മറിച്ച് OBCയോ അല്ലെങ്കിൽ ജനറൽ കാൻഡിഡേറ്റ് ആണ് 100 രൂപ ഫീ ആയിട്ട് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ ലെവൽ 1 എക്സാം നോക്കിക്കഴിഞ്ഞാൽ അതിൽ ജനറൽ ഇൻ്റലിജൻസ്, റീസണിങ് ഇൻ സയൻസ്, ബേസിക് കൺസെപ്റ്റ് 12th സ്റ്റാൻഡേർഡ് ലെവലാണ്. അതായത് 12ാമത്തെ ക്ലാസ് വരെയുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ NCERT ടെക്സ്റ്റ് കൃത്യമായിട്ട് പഠിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അതിൻ്റെ ഡ്യൂറേഷൻ 2 മണിക്കൂറിൽ 200 ചോദ്യങ്ങളാണ്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്, ജനറൽ നോളജ് ഉണ്ട്, കമ്പ്യൂട്ടർ നോളജ് ഉണ്ട്. അപ്പോൾ ഇനി 2ാമത് നോക്കിക്കഴിഞ്ഞാൽ 2ാമത്തത് ഒരു റിട്ടൺ ടെസ്റ്റാണ്. അതായത് ലെവൽ 2 ടെസ്റ്റ്. 1ാമത്തെ ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞാൽ അത് ഇംഗ്ലീഷ് ലാംഗ്വേജും കോംപ്രഹെൻഷനുമാണ്. അപ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ അത്യാവശ്യം ഒരു അറിവുണ്ടെങ്കിൽ, ഡിഗ്രി പഠിച്ചവരായതുകൊണ്ട് അത്യാവശ്യമായ അറിവുണ്ടാവും. ഇംഗ്ലീഷ് ലാംഗ്വേജിലും കോംപ്രഹെൻഷൻ എന്ന് വെച്ചാൽ പാരഗ്രാഫ് തന്നിട്ട് അതിൽ നിന്നുള്ള ചോദ്യങ്ങളും മറ്റുമൊക്കെ.
അതൊക്കെ അറിയാമെങ്കിൽ 3 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് അതിലും പാസ്സാവാൻ വേണ്ടി പറ്റും. അപ്പം രണ്ടാമത്തെ ടെസ്റ്റിൽ നിങ്ങൾക്ക് കുറച്ചൊരു ഇംഗ്ലീഷ് ലാംഗ്വേജിൽ കഴിവുണ്ടെങ്കിൽ എളുപ്പത്തിൽ ഈ ഒരു ജോലി നിങ്ങൾക്ക് നേടാൻ വേണ്ടി പറ്റും. അപ്പം നിങ്ങൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്ലൈ ചെയ്യേണ്ടത് നേരെ മിനിസ്ട്രിയുടെ വെബ്സൈറ്റിലേക്ക് പോയാൽ മതി. അപ്പോൾ വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു അഡ്രസ്സ് നിങ്ങൾക്കൊന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പേജിലേക്ക് വരും. അതിൽ തന്നെ നമുക്ക് ഹൗ ടു അപ്ലൈ, ന്യൂ രജിസ്ട്രേഷൻ എന്നൊക്കെ നിങ്ങൾ കാണുന്നുണ്ടോ, അതുവഴി നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വിവരം നിങ്ങളിലേക്ക് അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഡിപ്ലോമ യോഗ്യതയുള്ള അല്ലെങ്കിൽ ഡിഗ്രി യോഗ്യതയുള്ള ഈ ഒരു ജോലിക്ക് താല്പര്യമുള്ള ആളാണെങ്കിൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാവുന്നതാണ്. കേന്ദ്ര സർക്കാരിൽ നല്ല ബെനിഫിറ്റ്സ് ആണ്, നല്ല ഫെസിലിറ്റീസും ഒക്കെയാണ് ലഭിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുക. ഇന്ന് മുതൽ പഠിക്കാൻ വേണ്ടി തുടങ്ങുക. അതായത് നമ്മൾ വെറുതെ അപ്ലൈ ചെയ്തുകൊണ്ട് കാര്യമില്ല, പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പഠിക്കേണ്ടത് ഏതാണ്? NCERT ടെക്സ്റ്റ് ബുക്കാണ്. പിന്നെ നിങ്ങൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ ജോലിയെ സംബന്ധിച്ച് ഒന്ന് മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ ഏതെങ്കിലും ബുക്കുകൾ കിട്ടും. ഏകദേശം കേന്ദ്ര സർക്കാരിൻ്റെ ഈ ഒരു ഡിഗ്രി ലെവലിലൊക്കെ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ബുക്കുകൾ വാങ്ങി നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി, ജോലികൾ അന്വേഷിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. ഇതുപോലെ നല്ല മികച്ച വേക്കൻസികളുള്ള നല്ല ജോലികളുടെ വിവരങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും KS ഇൻസൈറ്റ്സ് ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ വീഡിയോകളിലൂടെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ കൂടി ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ, അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ഗുഡ് ബൈ, ഓൾ ദ ബെസ്റ്റ്.